അസത്യം പറഞ്ഞുകൊണ്ട് തുടങ്ങി ഒരു പോരാട്ടം അദ്ദേഹം പറയുന്നു. അദ്ദേഹം മലയോര കർഷകർക്ക് വേണ്ടി അവിടുത്തെ വന്യമൃഗ ശല്യത്തിനെതിരെ അദ്ദേഹം നടത്തിയ സമരം, അദ്ദേഹത്തെ പോലീസ് പിടിച്ചുകൊണ്ടുപോയത് ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിലൊക്കെ അദ്ദേഹം ഒരുത്തിന് പോരാട്ടത്തിൻ്റെ രൂപമുണ്ടായിരുന്നു. അദ്ദേഹം ആ വിഷയം ഉന്നയിച്ചിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ കുറേ സത്യവും കുറേ അസത്യവും കൂടി ചേർത്ത് മിക്സാക്കി ആരാണ് മുഖ്യശത്രു എന്നറിയാതെ കുറേ കാര്യങ്ങൾ വിളിച്ചു പറയുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. പിന്നീട് അദ്ദേഹം പറഞ്ഞു വന്ന് അദ്ദേഹം പിന്നീട് പറയുന്നത് വി.ഡി. സതീശന് പിന്നിൽ പിണറായി വിജയൻ എന്നാണ്. എന്താ അതിൻ്റെയൊക്കെ അർത്ഥം? എന്താണ് ഇവിടെ കേരളത്തിലെ പ്രബുദ്ധരായ ജനത എത്ര മണ്ടന്മാരാണ്? വി.ഡി. സതീശന് പിന്നിൽ പിണറായി വിജയൻ എന്ന് പറയുന്നു. ഒരു നെക്സസ് പ്രവർത്തിക്കുന്നു. പിണറായി വിജയൻ, വി.ഡി. സതീശൻ, RSS, അതാണ് ആ നെക്സസ്. അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ആകെ ആത്മാർത്ഥതയുള്ള ഒരൊറ്റ രാഷ്ട്രീയ നേതാവേ ഉള്ളൂ. ജനത്തോട് ആത്മാർത്ഥതയുള്ള ഒരൊറ്റ രാഷ്ട്രീയ നേതാവ്, അതോ PV അൻവറാണ്. അദ്ദേഹം രക്ഷകനാണ്. ജനത്തിൻ്റെ രക്ഷകനായി അദ്ദേഹം സ്വയം അവതരിക്കുകയാണ്. നിലമ്പൂരിൻ്റെ രക്ഷകനായി അദ്ദേഹം സ്വയം അവതരിക്കുകയാണ്. അങ്ങനെ താൻ തന്നെ ഇറങ്ങിപ്പോയ സീറ്റിലേക്ക് താൻ തന്നെ വീണ്ടും മത്സരിക്കുകയാണ്. ഇതെന്താണ്? എന്ത് മെസ്സേജാണ് അദ്ദേഹം ആത്യന്തികമായി നൽകുന്നതെന്നാണ് ഏറ്റവും പ്രധാനം. എന്ത് മെസ്സേജാണ് അദ്ദേഹം നൽകുന്നത്?